എന്താ വേണ്ടേ? ആ പ്രീതി ചേച്ചി ഇരിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. എന്നെ അറിയോ? ഷോ, എനിക്ക് ഓർമ്മ കിട്ടണില്ലല്ലോ. എന്താ ചേച്ചി ഇത്, എന്നെ മറന്നോ? നമ്മൾ എത്ര തവണ കണ്ടേക്കുന്നു. ആണോ? പിന്നെ ആ കഴിഞ്ഞ ആഴ്ച അനലേട്ടൻ്റെ പാലയാച്ചനെ കണ്ട ഓർമ്മയില്ലേ? ഇല്ല. ഷേ, എനിക്ക് അങ്ങനെ മറവി പതിവുള്ളതല്ലല്ലോ. പ്രീതി ചേച്ചി ഒരു ചായ ഇട്ടോ? ആ ഇപ്പൊ വരാട്ടോ, ഒരു മിനിറ്റ്. ആ എടാ, നീ അന്ന് എൻ്റെ കൂടെ അനിലേട്ടൻ്റെ വീട്ടിൽ പാല് കാച്ചിലിന് വന്നതല്ലേ? വന്നാണ്. നീ ആ കൊച്ചിനെ ഓർമ്മയുണ്ടാന്ന് നോക്കി നിനക്ക്? ആ എന്തൊക്കെയാണ്? ഹായ് ഡിയർ ജി. ആളെ മനസ്സിലായില്ലേ? ഇതെന്താ പറ്റി എനിക്ക്? മോളുടെ പേരെന്താ? അപർണ. അപർണ. എടാ, നീ എന്നെ പറ്റിച്ചതാണല്ലേ? ഇതെന്റെ ഐഡിയ അല്ല കേട്ടോ, എല്ലാം ദീപുന്റെ. അത് ഉറപ്പല്ലേ? മോൾ അവിടെ ഇരിക്കവിടെ. ചേച്ചിയെ പറ്റി പറഞ്ഞ അന്ന് മുതൽ എനിക്ക് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതെന്താ? ലൈഫിൽ വലിയ ട്രാജഡി ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്ത ആളല്ലേ. ഞാനൊക്കെ ആണായിരുന്നു, ഒരു ചെറിയ കാര്യം മതി അങ്ങ് സൈഡായി പോകും. ചേച്ചിയൊക്കെ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. താനെന്തൊരു സോപ്പാണോ? സോപ്പൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞു. അതിനെന്താണ് നിനക്ക്? അവള് പറയട്ടെ. പുകഴ്ത്തര നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ പ്രീതി കുമാരി? മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആക്ച്വലി വീട് തൃശ്ശൂരാണ്, ഇവിടെ ഒരു PG-യിലാണ് താമസം. ഹായ് പ്രീതി ചേച്ചി. ആ, മോക്ക് കുടിക്കാൻ എന്താ? എന്തായാലും എന്നെ okay. ഇരുത്തണ്ട കേട്ടാ. ഇപ്പൊ കൊണ്ടുവരാം. ആ, ശരി. തന്റെ PG എവിടെയാ? സാർ, അപ്പോൾ ഈ ഗസ്റ്റുകൾ എത്ര പേർക്ക് അക്കോമഡേഷൻ വേണ്ടി വരും? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3000 പേരെങ്കിലും കാണും. അതിൽ 500 പേർക്ക് റോയൽ സൂട്ട് തന്നെ വേണം. അവർ VIPs ആണ്. ബാക്കി 1500 പേർക്ക് ഒരു 10000 റേഞ്ചിലുള്ള റൂമുകൾ മതി. പിന്നെ വരുന്ന ഒരു 1000 പേർക്ക് വല്ല 3 സ്റ്റാറോ 4 സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും. അയ്യോ അവേ, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം, മറന്നുപോയ ആകെ പണിയാവും. പേടിക്കണ്ട, ഞാൻ സാമിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പം എത്തും. അവൻ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ ഷീറ്റിലാക്കി തരും. അനാഥ മന്ദിരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കായിരുന്നു. ഇവിടെ ഉണ്ടോ അങ്ങനെ വല്ല പരിചയത്തിൽ? അല്ല, ഇപ്പൊ ഞങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ അനാഥ മന്ദിരങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ശരിയാക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും ചെന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മൾ നേരത്തെ അവരോട് അനുവാദം ചോദിക്കണം. അനുവാദമല്ലേ? അത് നമുക്ക് വാങ്ങിക്കാം. എൻ്റെ ഒരേ ഒരു ബ്രദറാണ്, ഞാൻ പണം മുടക്കുന്നതേ ഉള്ളൂ. നിങ്ങളാണ് അവൻ്റെ കല്യാണം നടത്തി തരേണ്ടത്. ഓ, നമ്മൾ ഏറ്റവും നന്നായിട്ട് നടത്താം സാർ. എനിക്കിവിടെ കാര്യങ്ങൾ നടത്തി തരാൻ ഒരാളും തന്നെ ഇല്ല, എല്ലാം നിങ്ങളാണ് നടത്തേണ്ടത്. നിങ്ങളൊരു ബ്രദറിനെ പോലെ എന്നെ കാണണം, കൂടെ നടത്തില്ലേ? തീർച്ചയായും ഒരു ബ്രദറിനെ പോലെ ഞാൻ ഈ കല്യാണം നടത്തി തരും ദൈവനും. ഞാനും. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു. എന്താ സാർ? താലികെട്ട്. ഞാൻ ചോദിക്കാൻ വരുമെന്ന് സാറേ, ഇപ്പോൾ ഈ പൂക്കളും പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും? താലി കൊണ്ടുവരുന്നത് ഹെലികോപ്റ്ററിലായിരിക്കും. അത് നമുക്കൊരു കയറി കെട്ടി താഴേക്ക് ഇറക്കാം. താലി കെട്ടുന്ന സമയത്ത് മുകളിലൂടെ പൂക്കൾ വർഷിച്ചുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ പറന്ന് നടക്കുന്നുണ്ടാവും. സാർ, ഈ ഹെലികോപ്റ്ററൊക്കെ കുറച്ച് അത് കമ്പനി എന്ന് പറഞ്ഞാൽ വാങ്ങിയാൽ പോരെ? പോരാത്തതിന് ഇവിടെ നേവിയിൽ പറഞ്ഞ് അവർ തരില്ലേ? പിന്നെന്താ, അത് നമുക്ക് ചോദിച്ചു നോക്കാലോ. അവര് തന്നില്ലേലും ഞാൻ ഡൽഹിയിലെ ഉയർന്ന ഓഫീസർമാരെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. അതുപോലെ. ഓ, ഡൽഹിയിലൊക്കെ സാറിന് വലിയ പിടിപാടല്ലേ? നമുക്ക് എല്ലായിടത്തും നല്ല പിടിപാടല്ലേ, അതല്ലേ നമ്മുടെ പണി. അല്ല സാർ, സാറെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വിട്ടുപോയി. പറയുമ്പോൾ എല്ലാവരോടും പറയണ ബിസിനസ് പറയണോ അതോ യഥാർത്ഥ ബിസിനസ് പറയണോ? അല്ല, യഥാർത്ഥ ബിസിനസ് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. സ്മഗ്ലിംഗ്. നിങ്ങളെന്താ പേടിച്ചു പോയത്? പേടിക്കണ്ട, നിങ്ങൾ ഈ കല്യാണം നന്നായി നടത്തി തന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരും. അഥവാ നന്നായില്ലെങ്കിൽ സാറെന്താ ഇവിടെ? ഹായ് സാർ. ഹലോ, എന്താ ഇവിടെ? അപ്പോ ഇതാണ് നമ്മുടെ സ്ഥലം. കൊള്ളാലോ എന്റെ സെറ്റപ്പ്. താങ്ക് യു. താനിവിടെ ഒറ്റയ്ക്കാണോ? അതെ, എന്ത്? സമ്മതിക്കണം, എനിക്കാണെങ്കിൽ പറ്റില്ല. എന്താ പേടിയാണോ? ഏയ്, ബോറടിച്ച് ചാവും. നിനക്ക് ബോറടി ഒന്നുമില്ലേ? എനിക്കോ ബോറടിയോ? ഡെയിലി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യണം, ആഡ്സ് ചെയ്യണം, ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, പിന്നെ ഒരു 3 മൂവിയെങ്കിലും കാണണം. ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഡെയിലി അന്നത്തെ എക്സ്പീരിയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. പിന്നെ എവിടെയാ ബോറടിക്കാൻ സമയം? ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാ ബിസിയാവുക, നീ ഇപ്പഴേ ബിസി ആയില്ലേ? അതും ശരിയാ. അല്ല, തന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാനൊന്നും തരുന്നില്ല. അയ്യോ സോറി ലക്കി, എന്താ വേണ്ടേ? ജ്യൂസ് ടീ? ജ്യൂസ്. എന്നാ പിന്നെ ജ്യൂസ് എടുത്താൽ മതി, വെറുതെ 2 എടുപ്പിക്കണ്ടല്ലോ.
അവള് കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ നോ പ്രോബ്ലം. ജ്യൂസും ടീയും 5 മിനിറ്റ് കൊണ്ട് റെഡി. അല്ല വേണ ഞാൻ കൂടെ വരാട്ടോ ഹെൽപ്പ് ചെയ്യാൻ. ഓ വേണ്ട എന്ന് ഞാൻ പറയില്ല, ഇങ്ങോട്ട് പോരാ. ആ എന്നാ പിന്നെ നിങ്ങൾ കിച്ചണിലേക്ക് ചെല്ലേ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. സിനിമയ്ക്ക് എവിടെ എത്തിയില്ലേ? അതെ, അല്ല എന്നാലും ഡെയിലി ഓഡിഷൻ കാണും. ഡെയിലി ഒന്നുമില്ല, ആഴ്ചയിൽ ഒരെണ്ണം വെച്ചൊക്കെ. ഓ അപ്പൊ ഇത്ര അധികം സിനിമ നടക്കണ്ടല്ലോ ഇവിടെ. ഏയ് ലക്കി, നിന്റെ ജ്യൂസ് റെഡി. ആ ദാ വരുന്നു. ലക്കി ജ്യൂസ് തണുത്തു പോവേ. മലയാളം മാത്രമേ പറയുന്നുള്ളൂ. സോറി ഗൈസ്. എടി പതുക്കെ കുടി. എന്താണ്? പെട്ടെന്നൊരു എമർജൻസി, പറഞ്ഞു നിൽക്കാൻ സമയമില്ല, പോയിട്ട് വരാം. ഡിയജി ബൈ. ആ. അപർണ സി യു ബൈ. അല്ല നീ കാര്യം പറഞ്ഞിട്ട് പോ. അതെ വൈകിട്ട് വന്നിട്ട് പറയാം. ബൈ. ഈ ചെറുക്കന്റെ കാര്യം മഹാകാന്താരിയാണ്. എപ്പോഴെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എങ്ങോട്ടാണോ പോയത്? നീ ഒരു ബാക്കി വിശേഷം പറഞ്ഞു. അപ്പൊ മലയാളം മാത്രമേ ചെയ്യുന്നുള്ളൂ, എല്ലാ ലാംഗ്വേജ് ചെയ്യുന്നുണ്ടോ?